സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുലേഖ, പുതുക്കിയ അലർട്ടുകൾ വരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലേക്ക് കടക്കുകയാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അലർട്ടുകൾ? അഞ്ജന, തീർച്ചയായും സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ പുതുക്കിയ അലേർട്ട് പ്രകാരം 2 ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് നൽകുന്നത്. പത്തനംതിട്ട, ഇടുക്കി ഈ 2 ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതിനൊപ്പം തന്നെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, അതിനൊപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഒപ്പം മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെയും ഇത്തരത്തിൽ ശക്തമായ വേനൽ മഴ തന്നെയാണ് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നത്. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 18-ാം തീയതി വരെ ഇത്തരത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ ഈ ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു മഴ തുടർന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി തുടരുന്നു എന്നതുകൂടി ജാഗ്രത പുലർത്തുന്ന ഒരു കാര്യമാണ്. കാരണം പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ ജാഗ്രത നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കണമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ 18 വരെയുള്ള വേനൽ മഴയ്ക്ക് ശേഷം കാലവർഷം അത് മെയ് 19, 20 ദിവസങ്ങളിൽ തന്നെ ഈ കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളും ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിനൊപ്പം തന്നെ കടലാക്രമണ സാധ്യത കൂടി ഈ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതിനൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇന്നും നാളെയുമായി ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സാധ്യത പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട്. അഞ്ജന. ശരി, സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് ഏറ്റവും പുതുതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പുതുക്കിയ അലേർട്ടുകൾ പ്രകാരം 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലേർട്ടുകളുള്ളത്. അതോടൊപ്പം തന്നെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവരങ്ങളാണ് സുലേഖ ശശികുമാർ പങ്കുവച്ചത്.